ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ പി സിയിലും ലാപ്ടോപ്പിലുമൊക്കെ എങ്ങനെയാണ് റീസ്റ്റോർ പോയിൻ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് റീസ്റ്റോർ പോയിൻ്റ്, അത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, നമുക്കിവിടെ നോക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു ക്രാക്ക്ഡ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് എങ്കിലോ, ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്ത് ഡാറ്റ കോപ്പി ചെയ്യുമ്പോഴോ, അതല്ല ഒരു സൈറ്റിൽ നിന്ന് ഫയൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കുമ്പോഴോ അതിലൊരു വൈറസ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് സിസ്റ്റം ഫോർമാറ്റ് ചെയ്ത് വിൻഡോസ് റീഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണല്ലോ പതിവായിട്ട് ചെയ്യുക. കൂടുതൽ പേരും അത് കടകളിൽ കൊണ്ടുപോയിട്ടാണ് ചെയ്യാറ്. അതിനെല്ലാം പകരമായി റീസ്റ്റോർ പോയിൻ്റ് ആദ്യമേ നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ഡാറ്റ ലോസും ഇല്ലാതെ റീസ്റ്റോർ ചെയ്ത് എടുക്കാവുന്നതാണ്. അതിന് നമുക്ക് എങ്ങനെ റീസ്റ്റോർ പോയിൻ്റ് ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ റീസ്റ്റോർ പോയിൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആദ്യമേ ചെയ്യേണ്ടത് വിൻഡോസ് 10 ആയാലും 7 ആയാലും ഇടതുഭാഗത്ത് താഴെയുള്ള സ്റ്റാർട്ട് ബട്ടണിൽ ജസ്റ്റ് റീസ്റ്റോർ പോയിൻ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും മുകളിലായി ഒരു ഐക്കൺ കാണാൻ കഴിയും. അത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയി ലഭിക്കും. അതിലെ പ്രൊട്ടക്ഷൻ സെറ്റിംഗ്സ് എന്ന ബോക്സിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത നമ്മുടെ സി ഡ്രൈവ് കാണാൻ കഴിയും. അവിടെ നിലവിൽ ഓഫ് എന്നാണ് കാണാൻ കഴിയുക. താഴെ ക്ലിക്ക് ചെയ്ത് ഡിസേബിൾ ആയി കിടക്കുന്ന സിസ്റ്റം പ്രൊട്ടക്ഷൻ ട്യൂൺ ഓൺ ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. നമുക്കിവിടെ പ്രൊട്ടക്ഷൻ ഓൺ ആയതായി കാണാൻ കഴിയും. അതിനുശേഷം ക്രിയേറ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് തുടർന്ന് വരുന്ന കോളത്തിൽ ഒരു പേര് കൊടുത്തു ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് സക്സസ്ഫുൾ എന്ന് കാണാൻ കഴിയും. ക്ലോസ് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റീവ് പോയിൻ്റ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് ചെക്ക് ചെയ്യാനായി നമ്മൾ ആദ്യം ചെയ്തതുപോലെ റീസ്റ്റോർ പോയിൻ്റിൽ പോയി സിസ്റ്റം റീസ്റ്റോർ ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മുൻപ് ക്രിയേറ്റ് ചെയ്ത പേര് ഇവിടെ വന്നു കിടക്കുന്നതായി കാണാൻ കഴിയും. നെക്സ്റ്റ് കൊടുത്ത് ഫിനിഷ് കൊടുത്താൽ സിസ്റ്റം റീസ്റ്റോർ ആകുന്നതായി കാണാൻ കഴിയും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ വിൻഡോസ് സെറ്റിംഗ്സ് ചേഞ്ച് ആയാലോ വൈറസ് കയറിയാലോ പേടിക്കേണ്ടതില്ല. നമ്മൾ റീസ്റ്റോർ പോയിൻ്റ് ചെയ്തു വെച്ച ഡേറ്റിലേക്ക് റീസ്റ്റോർ കൊടുത്താൽ മാത്രം മതി. ഇത്രയും ചെയ്തു വെച്ചാൽ തന്നെ നമ്മുടെ പി സിയും ലാപ്ടോപ്പും എല്ലാം സേഫ് ആകും. ഒന്നും പേടിക്കേണ്ടതായിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.